ഇന്ന് മലയാളികൾക്ക് അല്ലെ കേരളീയർക്ക് യാതൊരു അത്ഭുതവുമില്ലാത്ത ഒരു വാർത്ത രാവിലെ മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസായിട്ട് വന്നിരിക്കുകയാണ്. കാരണം ഇത് മലയാളികൾക്കൊക്കെ നേരത്തെ തന്നെ അറിയാവുന്നതും ചില അന്തം കമ്മികൾക്ക് മാത്രം ഇനിയും നേരം വെളുത്തിട്ടില്ലാത്തതുകൊണ്ട് മനസ്സിലാകാത്തതുമായിട്ട് അത് അല്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് മനസ്സിലായെന്ന് നടിക്കുന്ന അഭിനയിച്ചിട്ട് ഒരു നടിക്കുകയാണ് ഒരു അവര്. വാർത്തയാണ്. കാരണം ശശിധരൻ കർത്തായുടെ മൊഴി വന്നിരിക്കുന്നു. ശശിധരൻ കർത്തായ അറിയാമല്ലോ, CMRLന്റെ MD ആയിട്ടുള്ള ശശിധരൻ കരിമണൽ കർത്ത എന്ന് വിളിക്കപ്പെടുന്ന ശശിധരൻ സാക്ഷാൽ കർത്ത കർത്ത. അയാളുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നു. അയാൾ പറയുന്നു, എൻ്റെ കമ്പനിക്ക് വീണയുടെ കമ്പനി യാതൊരു സേവനവും നൽകിയിട്ടില്ല. ഞാൻ കൊടുത്ത പണം മുഴുവൻ പിണറായി വിജയനുള്ളതാണ്. അതായത് ഞാൻ കൊടുത്ത കൈക്കൂലിയാണ്, പിണറായി വിജയൻ കൊടുത്ത കൈക്കൂലിയാണ് വീണയുടെ കമ്പനിയുടെ പേരിൽ കൊടുത്തിരിക്കുന്നത് എന്ന് ശശിധരൻ കർത്ത EDക്ക് മൊഴി 2024 കൊടുത്ത മൊഴിയാണ് ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അപ്പൊ ഈ മൊഴിയൊക്കെ കയ്യിൽ വെച്ചിട്ട് കൊടുത്തതിന് ശേഷമാണ് ഇദ്ദേഹം പോയി കോടതിയിൽ പോയത്. ആർക്ക് വേണ്ടിയായിരുന്നു ഈ നാടകങ്ങൾ മുഴുവൻ? നമ്മളങ്ങ് ഇറങ്ങുകയല്ലേ അല്ല, കർത്ത കോടതിയിൽ പോയി. അന്വേഷണത്തിനെതിരെ കർത്ത കോടതിയിൽ പോയി. എന്തിന്? ഈ മൊഴി മുഴുവൻ കോടതിക്ക് കൊടുത്ത ശേഷം. അതിലൊക്കെ രസം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ അരുൺകുമാർ, അനിൽകുമാർ പ്രഭൃതികളുണ്ടല്ലോ, അതായത് ഈ ചാനൽ ചർച്ചയിൽ ചളവ ചപ്പുന്ന ആൾക്കാർ, വായ്ത്താളം അടിക്കുന്നവന്മാർ, യുവന്മാരിനി എങ്ങനെ ജനത്തിന്റെ ബോധം? അല്ല, അവർ വിശദീകരിക്കും. ഇത് കർത്തായെ BJP സ്വാധീനിച്ചു, കേന്ദ്ര സർക്കാർ സ്വാധീനിച്ചു. വെരി സിമ്പിൾ. ഇവരാണ് വന്നിരുന്ന് അരുൺകുമാറിന്റെ ആ വിശദീകരണം ഓർക്കുന്നുണ്ടോ? MS ഓഫീസ് ടാലി എന്താ പോരെ എന്നാണ് ചോദിച്ചത്. ഇവന്മാരൊക്കെ അടിസ്ഥാനപരമായി ഇതിന്റെ പാഠങ്ങളും പഠിപ്പിച്ചിട്ട് ഇങ്ങോട്ട് ചർച്ചയ്ക്ക് പറഞ്ഞു. സത്യം പറഞ്ഞ നാണവും മാനവും ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. എന്താണ് ഈ നാട്ടിലുള്ള സകലമാന ജനങ്ങൾക്ക് മനസ്സിലായി പിണറായി വിജയൻ കൈക്കൂലി. അതാണ് ജില്ലാ സമ്മേളനങ്ങളിൽ നിങ്ങളെ ചർച്ചയ്ക്ക് വിടരുതെന്ന് പാർട്ടിക്കാർ ആവശ്യപ്പെട്ടത്. പിണറായി വിജയൻ കൈക്കൂലി മേടിച്ചതാണെന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർ ഒരു അർത്ഥശങ്കക്കിടയില്ലാതെ കർത്ത പറഞ്ഞിരിക്കുകയാണ്, ഞാൻ കൈക്കൂലി കൊടുത്തതാണ്. അതേ നാട്ടിൽ നമുക്ക് ഇത് നേരത്തെ അറിയാലോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഒരു സേവനവും തരാതെയാണ് ഞാൻ പൈസ കൊടുത്തതെന്ന് പറയുമ്പോൾ വെറുതെ ചുമ്മാർത്ത് കൊടുക്കൂല. അല്ല, പക്ഷെ ഇവര് സമ്മതിക്കുകയില്ല. അനിൽകുമാറും അരുൺകുമാറും സമ്മതിക്കുകയില്ല. കാരണം അവർ പറയുന്ന ഭയങ്കര സേവനങ്ങളാണ് അത് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ വീണമോൾ എക്സാലോജിക് കമ്പനി മുഖേന ശശിധരൻ അങ്കിളിന് കൊടുത്തിരിക്കുന്ന MS ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഈ ഒരു മാസം ഞങ്ങൾ 5 ലക്ഷം 8 ലക്ഷം രൂപയ്ക്കാണ് ഇത് മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെ മാസപ്പടി എന്നല്ലാതെ പിന്നെ എന്തിനു വിളിക്കണം? പിന്നെ ഈ പാവപ്പെട്ട വീണ തൈക്കണ്ടി എന്ന് പറയുന്ന ആ പെങ്കൊച്ചിനെ കോടതി മുഴുവൻ കയറ്റി, നാടായ നാട് മുഴുവൻ ചുറ്റിച്ചു, ചാനലുകളുടെ എല്ലാം മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് അപ്പനും മരുമോനും കൂടെ മുങ്ങി നടക്കുകയാണ്, ആരുടെയും മുന്നിൽ പെടാതെ. കുഴൽനാടൻ നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ മിസ്റ്റർ കുഴൽനാടൻ എന്ന് പറഞ്ഞ് കൈ ചൂണ്ടി സംസാരിച്ച പിണറായി വിജയൻ അതിൻ്റെ പേരിൽ കുഴൽനാടനെ വേട്ടയാടാൻ വേണ്ടി തൻ്റെ കിങ്കരന്മാരെ അയച്ചിട്ട് അയാളുടെ ഭൂമി മുഴുവൻ അളന്നിട്ട് അയാൾ കയ്യേറ്റക്കാരനാണെന്ന് ചിത്രീകരിച്ച പിണറായി വിജയൻ എന്ത് മറുപടിയുണ്ട്? ഒരു കാര്യം കൂടെ ഓർക്കുക, മാത്യു കുഴൽനാടൻ നല്ല സ്വത്തുള്ള വീട്ടിലുള്ളതാണ്. അതല്ലാതെ പിണറായി വിജയൻ ജനിച്ചപ്പോൾ ഉള്ള സ്വത്തും വീട്ടിലെ സ്വത്തും മാത്യു കുഴൽനാടൻ ജനിച്ചപ്പോൾ വീട്ടിലെ സ്വത്തും എന്താണെന്നുള്ള അത് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ കരിമണൽ കർത്ത EDക്ക് മൊഴി കൊടുത്തതിന് ശേഷം ക്രോസ് വിസ്താരം നടത്തി. ആരാ? ഈ വീണയും സമ്മതിച്ചു ഇത് ഇങ്ങനെയാണ്, ഞാൻ സേവനം കൊടുത്തതിന്റെ ഫലമല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ചു കൊള്ളണം. 1 വർഷം മുമ്പാണെന്ന് ഓർക്കണം. ആ 1 വർഷം മുമ്പ്, അതായത് 2024 സെപ്റ്റംബറിലാണെന്ന് പറയും. അപ്പോൾ ഇപ്പോൾ 1 വർഷമാകാൻ പോകുന്നു. ഇത്രയൊക്കെ വലിയ ഭീകരമായ കള്ളത്തരം മറച്ചു വെച്ചിട്ടല്ലേ പിണറായി വിജയൻ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടി? നമ്മളൊരു സങ്കല്പമുണ്ട്, കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് മക്കളായി ജനിക്കുന്നത്. നേരെ തിരിച്ചാണ്. കഴിഞ്ഞ ജന്മത്തിലെ ശത്രു അച്ഛനായി ജനിച്ചു എന്ന് വീണ ചിന്തിക്കുകയായിരിക്കും. ഒരു കാര്യമില്ലാതെ തനിക്ക് പഠിക്കാൻ സാധിക്കാത്ത കോഴ്സിനുണ്ട് ചേർത്ത് പഠിപ്പിച്ചു, അങ്ങനെ കുറെ ദുരിതം ഉണ്ടാക്കി. അടുത്തതായിട്ട് ഇനി പൈസ കൊണ്ട് തന്നു, ഇനി അതിന്റെ പേരും പറഞ്ഞ് ഞാൻ കണ്ട കോടതി ED ഓഫീസും കയറി ഇറങ്ങി അടയ്ക്കാണല്ലോ, ശപിക്കായിരിക്കും. അല്ല, 1 വർഷം മുമ്പ് കൊടുത്ത മൊഴി നമ്മൾ ചിന്തിക്കണം. 1 വർഷം മുമ്പ് കൊടുത്ത ആ മൊഴി നിലനിൽക്കുകയാണ്. ഇയാൾ കേരളത്തിന്റെ മൂന്നാമനാകാൻ ശ്രമിച്ചത്, മൂന്നാമത്തെ തുടർച്ചയായി പിണറായി 3.0. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ഭീകരമായ ഒരു കൊള്ള നടത്തി, ഇത്രയും ഭീകരമായ ഒരു കൊള്ള നടത്തിയിട്ട് ഈ കേരളത്തിലെ ഒരു കൊള്ളയുടെ ഒരു അംശമേ വന്നിട്ടുള്ളൂ, മഞ്ഞുകെട്ടയുടെ ഒരു അംശമേ വന്നിട്ടുള്ളൂ. വേറെ കൊള്ളകളുണ്ട്, ആ കൊള്ളകളെല്ലാം പുറത്തോട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. അത്രയും വെച്ചിട്ട് ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ ഒരു നിയമസഭാ സാമാജികനെ നിയമസഭയ്ക്കകത്ത് വെച്ച് കൈ ചൂണ്ടി മാത്യു കുഴൽനാടൻ നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ സംസാരിച്ച ഈ പിണറായി വിജയൻ, അതെ, എന്നിട്ട് ഇപ്പൊ വന്ന് യാതൊരു ഉളുപ്പും ഇല്ലാതെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു. നാണമുണ്ടോ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. നാണമില്ല, ഉളുപ്പില്ല, ഒന്നുമില്ല. ഇവരവര് അടുക്കള പണിക്കാരെ ഇപ്പം കഴിഞ്ഞ ദിവസം
സർവീസിൽ നിന്ന് പുറത്തായിട്ടുണ്ടല്ലോ. അതെ, അത് അടുക്കളപ്പണിക്കാരൻ അജിത് കുമാർ എല്ലാവർക്കും നല്ല കൃത്യമായിട്ടുള്ള പണിയാണ് കിട്ടിയിരിക്കുന്നത്. കുഞ്ഞുകളി പണിയൊന്നുമല്ല. പിണറായി വിജയൻ ശനിദോഷം തീർക്കാൻ നടത്തിയ പരിഹാരക്രിയകളെല്ലാം പാളിയിരിക്കുകയാണ്. ആ പനിദോഷക്രിയ ചെയ്തതിന് ശേഷം അന്ന് ആരോ പറഞ്ഞു അവിടെ അയ്യപ്പൻ്റെ തേജസ്സും ഓജസ്സും എല്ലാം പോയി, എല്ലാം വറ്റി കിടക്കുന്ന സമയത്താണ് ഇവർ എന്നൊരു പൂജ നടത്തുന്നത്. ആരാ? പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പൂജ നടത്തിയതല്ല, ഈ അയ്യപ്പൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന് ഈ തേജസ് ഓജസ്സും എല്ലാം ആവാഹിച്ച് അദ്ദേഹത്തിൻ്റെ ചൈതന്യം അങ്ങ് വർദ്ധിച്ചു. അദ്ദേഹം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ദാ നിൽക്കുന്നു കള്ളന്മാരെല്ലാം കൂടെ മുമ്പിൽ, പിടിക്കട എല്ലാവനെയും എല്ലാവരെയും ഒരു സൈഡിൽ കൂടെ പിടിച്ചു ഇതിനകത്ത് പെരുങ്കള്ളനെ പിടിക്കാൻ പറഞ്ഞു. ഇപ്പൊ ആ പെരുങ്കള്ളനിലേക്ക് കാര്യങ്ങൾ. അയ്യപ്പൻ അദ്ദേഹം മഹിഷിയപ്പന്റെ വച്ച് നമുക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മളെ ഐതിഹ്യങ്ങളിൽ. അതുപോലെ അഭിനവ മഹിഷിമാരെ എല്ലാം പുള്ളി ഓടിച്ചിട്ട് പിടിക്കുകയാണ്. അതാണ് അതിന്റെ കൂട്ടത്തിൽ കളിച്ചവന്മാർക്ക് എല്ലാം ഒന്നേന്ന് സ്വർണ്ണക്കൊള്ള വഴിക്ക് ഒരു വഴി കൂടെ അങ്ങനെ ഭാര്യയും മോളും കൂടെ തമിഴ്നാട്ടിൽ ഏതമ്പലത്തിൽ പോയത്, അത് മറ്റേ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പോയി. ഈ കള്ളന്മാരെ എല്ലാം കൂടെ ഒരു വഴി കൂടെ ആദ്യം പിടിച്ചു. ഈ പ്രധാന കള്ളനെ വെച്ചിരിക്കുകയായിരുന്നു. പ്രധാന കള്ളന്മാരിൽ ഒരുത്തനെ കഴിഞ്ഞു സസ്പെൻഡ് ചെയ്തു. ഈ മുഖ്യ കള്ളനിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നു. എങ്ങനെ പ്രതിരോധിക്ക് CPM ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമാണ് നിൽക്കുന്നത്. പിണറായി വിജയൻ ഇതിൻ്റെ പ്രതികരണം എന്തായിരിക്കും? ഈ സംഭവം പുറത്തു വന്നു, ഇത് ജനം പ്രതീക്ഷിച്ചതാണ്. അല്ല, അത് നമുക്കറിയാം. ഈ കപ്പൽ മുങ്ങുകയില്ല സാർ, ഇതിനൊരു ക്യാപ്റ്റൻ ഉണ്ട് സാർ. ഈ പൈറേറ്റ്സ് ഓഫ് ദ കേരളൈറ്റ്സ് ആയിരുന്നു. അതായത് പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻസ് എന്ന് പറഞ്ഞ കടൽക്കൊള്ളക്കാരാണ്. കടൽ കൊള്ളക്കാരെന്ന് പറഞ്ഞാൽ ഭീകര കൊള്ളക്കാരാണ്. പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻസിലെ പൈറേറ്റ്സിനേക്കാൾ ഭീകരന്മാരായിട്ടുള്ള പൈറേറ്റ്സ് ആണ് ഇതിനകത്തുണ്ടായിരുന്നത്. എന്താണെങ്കിലും ED അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ്. 16.5 ലക്ഷം രൂപയുടെ അക്കൗണ്ട് അല്ല 16 ലക്ഷം അക്കൗണ്ട് മരവിപ്പിച്ചു. 16 ലക്ഷം രൂപയുടെ വീണയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു. 26 കോടി രൂപയുടെ കർത്തായുടെയും ബന്ധുക്കളുടെയും കൂടെ അങ്ങനെ മൊത്തം 13 പേരുടെ അക്കൗണ്ട് മരവിപ്പിച്ചു. ഇവരുടെ എല്ലാം സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കത്തിലേക്ക് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത് അഡ്ജുഡിക്കേഷൻ ബോർഡിന് ED റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. ഈ മൊഴികളെല്ലാം കൊടുത്തു. അവിടെ നിന്നാണ് ഈ മൊഴി വെളിയിൽ വന്നിരിക്കുന്നത്. അടുത്ത പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുകെട്ടും. ഇത് കണ്ടുകെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇവർക്ക് വീണ്ടും നോട്ടീസ് കൊടുത്ത് ഇവരുടെ മൊഴിയെടുക്കും. ഇതിൽ കൂടുതൽ എന്ത് മൊഴി നൽകാൻ വേണ്ടിയാണ്? കേരളം ഞെട്ടുന്നൊന്നുമില്ല. കാരണം കേരളത്തിൽ ഈ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് സ്വാഭാവികമായ പ്രക്രിയയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എല്ലാ ജനങ്ങൾക്കും അറിയാമായിരുന്നു, അന്തം കമ്മികൾക്ക് മൊത്തം അറിയാമായിരുന്നു. ഇനി ഈ പിണറായിക്ക് വേണ്ടി തൂങ്ങി മരിക്കാനും ചാകാനുമായിട്ട് വെച്ച് കണ്ണാടി വെച്ച് നടക്കുന്ന കുറേ അണ്ണന്മാരൊക്കെ ഉണ്ട്. ഈ മറ്റുള്ള ആൾക്കാരെ പിണറായി എന്തേലും പറഞ്ഞാൽ പിണറായി എൻ്റെ പിതാവാണ് എന്നുള്ള രീതിയിൽ തന്നെ നിന്നുകൊണ്ട് പിണറായിക്ക് വേണ്ടി വന്നിരുന്ന് കോമാളിത്തരം കാണിക്കുന്ന ഒരുപാട് ചേട്ടന്മാരുണ്ട്. ED ആക്രമിച്ചവന്മാരുണ്ട്. അങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, തീർന്നു. അച്ഛനും മോളും പതുക്കെ അകത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ED രണ്ടും കൽപ്പിച്ചാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഈ നാഗ്പൂർ വഴിയുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഈ പാലമായിരുന്ന അജിത് കുമാറിൻ്റെ പണി പോയി അജിത് കുമാർ താണ്ട ചൊറിയും കുത്തി വീട്ടിയിരിക്കുന്നു. അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേരളം കാത്തിരുന്ന ആ വാർത്ത ഒടുവിൽ എത്തുന്നു. എത്രയോ ആൾക്കാരെ കള്ളക്കേസിൽ കുടുക്കിയ പിണറായി വിജയൻ. ഏതായാലും അയ്യപ്പന്റെ ശക്തി കേരളത്തിലെ ലോകമെമ്പാടുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. 10 വർഷം കൊണ്ട് കട്ടുമുടിക്കാവുന്ന അത്രയും കട്ടുമുടിച്ച് കേരളത്തെ കടക്കണിയിലാക്കി. ഇന്നലെയും നമ്മളൊരു വാർത്ത കണ്ട് ഞെട്ടിപ്പോയി. 1.25 കോടി രൂപയാണ് KV തോമസ് എന്ന് പറയുന്ന വന്ധ്യവയോധികനെ ഡൽഹി പോകുന്നതിന് കേരള സർക്കാർ മുടക്കിയത്. ഇത്തരം കൊള്ളകൾ, ഓരോന്നിനും കമ്മീഷൻ അടിച്ചുകൊണ്ടുള്ള കൊള്ളകൾ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അഴിമതിയും ക്രമക്കേടും കൊള്ളയും കമ്മീഷനും. വീണ്ടും കട്ടുമുടിക്കാൻ വേണ്ടി 3ാമത്തെ അംഗത്തിന് കാത്തിരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ആ പിണറായി വിജയനെ ഈ തേരിലേറ്റാൻ കാത്തിരിക്കുകയായിരുന്നു ഇവിടുത്തെ CPMൻ്റെ നേതാക്കൾ. പക്ഷേ കേരള ജനത വിധി എഴുതി, താൻ ഇനി ഇവിടെ കട്ടുമുടിക്കണ്ട, താൻ പോവുക, തന്നെ തുറുങ്കിലടക്കി. ഈ ആയ കാലത്തൊരു മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മുഖ്യമന്ത്രി ജയിലിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അത് ഉറപ്പായിട്ടും സംഭവിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം.